ഇത് കാണുമ്പോൾ നിങ്ങൾ കരുതും ഇതൊരു മിൽക്ക് ഷേക്ക് ആണെന്നല്ലേ, പക്ഷെ അത് അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള മത്തങ്ങ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത് കേട്ടോ. ഈ ചൂട് സമയത്ത് നമുക്ക് അധിക ചിലവുകളൊന്നും ഇല്ലാതെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. അപ്പം എങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഇതിനായിട്ട് മത്തങ്ങയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു മത്തങ്ങ നമ്മൾ അതിൻ്റെ തൊലി വശമൊക്കെ മുറിച്ച് മാറ്റിയിട്ട് നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുത്ത് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിലേക്കൊരു 3 ഏലക്ക, കുഞ്ഞി ഏലക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 മതിയാവും. അതെടുക്കുക. 1 ടീസ്പൂൺ ഇല്ല, അതൊരു 3/4 ഭാഗം ടീസ്പൂണോളം പഞ്ചസാര എടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കുക കേട്ടോ. മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചിട്ടെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം മത്തങ്ങ അതിൻ്റെ വേവൊക്കെ പാകമായിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പം ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് തണിഞ്ഞ ശേഷം, ചൂടൊക്കെ പോയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അതൊന്ന് ഇട്ടെടുക്കാം. ചൂട് പോയതിന് ശേഷം മാത്രം അടിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് നല്ല തണുപ്പിച്ച പാലാണ് കേട്ടോ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരല്പം, എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് 1 ടീസ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് പാല് കട്ടപ്പാലാക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഷേക്കിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് അടിച്ച് കിട്ടും. നല്ല രീതിക്കൊന്ന് അടിച്ച ശേഷം വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ അരിച്ചെടുത്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഒഴിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ സൂപ്പറാണ്. ചൂട് സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ മത്തങ്ങയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാകുന്നൊരു വെജിറ്റബിൾ തന്നെയാണ്. അപ്പോൾ ഉള്ള സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻ്റായിട്ട് പറയാം. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പിയായിട്ട്, സിമ്പിൾ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ.